വിഷു ആഘോഷങ്ങളോടനുബന്ധിച്ച് പടക്ക വിപണി അത് പൊടിക്കുകയാണ് കേട്ടോ. വിസ്മയം തീർക്കുന്ന വൈവിധ്യമാർന്ന നിരവധി പടക്കങ്ങൾ വിപണിയിലെത്തിയിട്ടുണ്ട്. വെറൈറ്റി വാങ്ങി പരീക്ഷിക്കാൻ കടകളിൽ രാവിലെ മുതൽ ആളുകളുടെ തിരക്കാണ്. തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ അവസാനിച്ചു കഴിഞ്ഞ് മലയാളികൾ വിഷുവിൻ്റെ ഒരു തിരക്കിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. നമുക്ക് വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണ്. വിഷുവിന് കണി ഒരുക്കുന്ന പോലെയൊക്കെ തന്നെ, അതായത് ഈ പച്ചക്കറികളും മറ്റും പോലെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പടക്കം എന്ന് പറയുന്നത്. അപ്പോൾ എറണാകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം പടക്കം എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരുന്നത് ബ്രഹ്മൻ പടക്കക്കടയിലേക്കാണ്. രാവിലെ കട തുറന്നപ്പോൾ മുതൽ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തവണ എന്താ ചേട്ടാ വെറൈറ്റി ആയിട്ടുള്ളത്? പുതിയതായിട്ട് വന്നേക്കുന്നത് ഗുഡിയാന്ന് പറഞ്ഞൊരു ഐറ്റം ആണ്. പിന്നെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ഐറ്റം വന്നിട്ടുണ്ട്. ഗുഡിയാടെ ഈ പ്രത്യേകത എന്താ? ഗുഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തന്നെ ടൈമിംഗ് ഉണ്ടാവും, നല്ല കളറും ഉണ്ടാവും, ഒരുപാട് ലെങ്ത്തിൽ പൊങ്ങുകയും ചെയ്യും, നല്ല ടൈമിംഗ് ഉണ്ട്. 100-ലധികം വെറൈറ്റി പടക്കങ്ങൾ ഉണ്ട് എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്നത്. അപ്പോൾ ആ ചേട്ടന്മാർ അതിന് 1-2 ഐറ്റം ചോദിച്ചു നോക്കാം. ഏറ്റവും കൂടുതൽ വെറൈറ്റി ഏതാണ് ചേട്ടാ? മറ്റേ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് താഴ്ത്തു വെച്ച് തീ കൊടുക്കുമ്പോൾ ഹെലികോപ്റ്റർ കറങ്ങണ പോലെ തന്നെ മുകളിലേക്ക് ഇറങ്ങിപ്പോയി ലൈറ്റിൽ കത്തും. പിന്നെ അതുപോലെ തന്നെ ഇത് പീക്കോക്ക് എന്ന് പറയും. ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ തീ കൊടുത്തു കഴിഞ്ഞാൽ മേശ പോലെ പൊന്തിയിട്ട് മയിൽ പീലി ഇവിടെ എടുത്തൂലേ, അതുപോലെ ഒന്നിങ്ങനെ കത്തും. നല്ല ഐറ്റമാണ്, വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഷോർട്സ് ഉണ്ട്, ചെറിയ ഷോർട്സ് മോളിൽ പോയി പൊട്ടി വിരിയാണ്. ഉത്സവത്തിനും പെരുന്നാളൊക്കെ പൊട്ടിക്കില്ല, അതിന് തന്നെ ചെറിയൊരു പതിപ്പ്. പിന്നെ അതുപോലെ തന്നെ ക്രാക്ലിംഗ് കോക്കനട്ട് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. ഇതും അതുപോലെ തന്നെ വെറൈറ്റിയാണ്. ഇതൊരു ജസ്റ്റ് ഒരു 3 പീസാണ് ഇതിൽ. ഇതുപോലെ തന്നെ മേശ പോലെ പൊന്തിയിട്ട് പല വെറൈറ്റിയിൽ നിന്ന് കത്തും. ഏറ്റവും ശബ്ദമുള്ള പടക്കം എന്താണ്? നേരത്തെ മെസ്സി പടക്കം അവിടെ കണ്ടു, അതിനാണോ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ശബ്ദം അത് തന്നെ. അതിന് തന്നെ കില്ലർ ബൂം എന്ന് പറഞ്ഞതുണ്ട്. ഇത് അതിനും വലുതാണ്, മെസ്സി എന്ന് പറഞ്ഞില്ല, അതിനേക്കാളും വലിയൊരു ഐറ്റമാണ്. നല്ല സൗണ്ട് ആയിരിക്കും. ഏരിയ മൊത്തം നിന്ന് കുലുങ്ങുമോ? അപ്പൊ ആളുകള് ഏറ്റവും കൂടുതൽ സൗണ്ട് ഉള്ള പടക്കങ്ങളാണോ? സൗണ്ട് കുറവാണ് ആൾക്കാർ മേടിക്കുന്നത്. ഇപ്പൊ വീടുകൾ അടുത്തുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും വെറൈറ്റി കത്തണ ടൈപ്പാണ് കൂടുതലും പ്രിഫർ ചെയ്യണ ആൾക്കാർ. പുതിയതായിട്ട് വന്നിട്ട് 12 ഷോട്ടാണത്. ഇത് മുകളിൽ പോയിട്ട് ക്രാക്ലിംഗ് ആയിട്ട് വരികയും ചെയ്യും, നല്ല സ്റ്റൈലായിട്ട് കളറിങ് വരികയും ചെയ്യും. ഇപ്പം ഇവിടെ വന്ന് എല്ലാവരും ചോദിക്കുന്ന കേട്ടു, ഈ ചറ പറ പൊട്ടുന്ന സാധനം വേണം എന്നാണ് പറയുന്നത്. വാങ്ങിച്ച കുറച്ച് ആളുകളോട് തന്നെ ചോദിക്കാം, ഇത്തവണ ഏതാണ് കൂടുതൽ വാങ്ങിച്ചത്? എല്ലാ ഐറ്റവും വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഓരോന്നോരോന്ന് വെച്ചാൽ കിട്ടും. എല്ലാം നല്ല റേറ്റ് കുറവുണ്ട്. കേട്ടറിഞ്ഞ് വന്നതാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നപ്പോൾ. നല്ല റേറ്റ് കുറവും ഒരുപാട് കളക്ഷൻസും ഉണ്ട്. നേരത്തെ ചറപറ പൊട്ടുന്ന ഐറ്റം വേണമെന്ന് പറഞ്ഞല്ലോ, അതേതായിരുന്നു ഐറ്റം? ചറവറ പൊട്ടുന്നത് കിക്കാറ്റാണ്. ചറവറ പൊട്ടുന്ന ഐറ്റം ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ തന്നെ. മോളുടെ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ? കമ്പിത്തിരി. എത്ര കമ്പിത്തിരി വാങ്ങി തന്നു? കുറെ ഐറ്റംസ് ഉണ്ടല്ലേ ഇവിടെ. എല്ലാരും വന്ന് ചറപറ പൊട്ടുന്ന ഐറ്റമാണ്, അതിനാണ് ഡിമാൻഡ് ചേട്ടാ. ചറപറ എന്ന് പറഞ്ഞാൽ ഇത് പുതുതായിട്ട് പല വെറൈറ്റി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി കണ്ടു കഴിഞ്ഞാൽ അത് പഠിക്കും, അത് കഴിഞ്ഞ് അടുത്ത വെറൈറ്റി കാണിക്കുമ്പോൾ അത് മേടിക്കും. അതിനുവേണ്ടി ആർക്കും ഒരു പ്രശ്നമില്ല. ഇത്തവണ എങ്ങനെയുണ്ട് കച്ചവടം? പൊടി പൊടിക്കുന്നുണ്ടോ? കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മഴയില്ലായിരുന്നാൽ മതി. എങ്ങനെയുണ്ട് വ്യാപാരമൊക്കെ? എങ്ങനെയുണ്ട് വ്യാപാരം? 2 ദിവസമൊക്കെ ആയിട്ടാണ് കുച്ചുരിയാണിപ്പോൾ, കുഴപ്പമില്ലാതെ പോകുന്നു. അതെ. അപ്പം അതൊക്കെയാണ്. ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് ഒരു 10 ഐറ്റമെങ്കിലും വാങ്ങാതെ തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. തിരക്ക് കൂടുന്ന സമയം ഏതാണ്? തിരക്ക് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കാവും. പിന്നെ രാത്രി നമ്മൾ ക്ലോസ് ചെയ്യാനൊക്കെ 10-12 മണിയാവും. ആൾക്കാരോട് ഏത് പടക്കം വാങ്ങാനാണ് അങ്ങോട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? ഒരു മേശാപ്പൂൻ്റെ ഐറ്റം ഉണ്ട്, അത് അടിപൊളി സാധനമാണ്. പിന്നെ മറ്റേ പീക്കോക്ക്, പിന്നെ വണ്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാവർക്കും ഹാപ്പി വിഷു. പടക്ക കച്ചവടം ഇവിടെ എറണാകുളത്ത് പൊടിപടിക്കുകയാണ്. ക്യാമറമാൻ ശരത്തമ്പാട്ട് കാവനൊപ്പം സ്നേഹാമലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.